ഹായ്, വെൽക്കം ടു ഷിക്കൻസ് ലീഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് മൈ ഗോ ടു ഹെയർ സ്റ്റൈൽസ് ബിഫോർ ഐ ഗോ ടു ബെഡ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കിടക്കുന്നതിന് മുമ്പ് രണ്ട് സൈഡ് ബ്രെയ്ഡ് ചെയ്തിട്ടാണ് കിടക്കാറ് എന്നുള്ളത്. ആ ബ്രെയ്ഡ് തന്നെ ഞാൻ ഒരു 2-3 ടൈപ്സ് ബ്രെയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഞാൻ എന്തൊക്കെയാ ചെയ്യാന്നുള്ളത് പറയാം. ഏതൊക്കെ ബ്രെയ്ഡ്സ് ആണ് ഞാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡച്ച് ബ്രെയ്ഡ് ചെയ്യാറുണ്ട്, ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്യാറുണ്ട്, പിന്നെ റോപ്പ് ട്വിസ്റ്റിംഗ് ബ്രെയ്ഡും ചെയ്യാറുണ്ട്. അത് അത് എൻ്റെ ഒരു മൂഡിനനുസരിച്ച് ആണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പൊ നമുക്ക് ആദ്യം ഡച്ച് ബ്രെയ്ഡിന് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ യൂഷ്വലി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അത് തന്നെയായിരിക്കും ചെയ്യുക, പിന്നെ മാറ്റി മറിച്ചും ചെയ്യുന്നത് മാത്രം. അപ്പൊ നമുക്ക് ഡച്ച് ബ്രെയ്ഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും സെന്റർ പട്ടിഷൻ ആണ് എടുക്കുക കേട്ടോ. സെന്റർ പട്ടിഷൻ എടുത്ത് മുടി രണ്ടായിട്ട്, ഓഫ് കോഴ്സ് നമ്മൾ രണ്ട് സൈഡാണ് ചെയ്യുന്നത്, അപ്പൊ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണു. എന്നിട്ട് നമുക്ക് ബ്രെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡച്ച് ബ്രെയ്ഡ് ആണ് ചെയ്യുന്നത്. ഡച്ച് ബ്രെയ്ഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇത്രയും മുടി എടുക്കണു, എന്നിട്ട് 3 പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്, പിന്നെ നമ്മൾ ഡച്ച് ബ്രെയ്ഡ് ചെയ്യാൻ അറിയാമല്ലോ, നമ്മൾ അടിയിലൂടെയാണ് ബ്രെയ്ഡ് ചെയ്യുക. പിന്നെ രണ്ട് സൈഡൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. രണ്ട് സൈഡിനും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കാരണം നമ്മൾ രണ്ട് സൈഡിൽ ആയിട്ടാണല്ലോ മുടി കിട്ടുന്നത്. അപ്പോൾ രണ്ട് സൈഡിനും കുറച്ച് കുറച്ച് മുടി വീതം ആഡ് ചെയ്ത് വരാം. നമ്മളിപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ മുടി ബ്രെയ്ഡ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ മോയ്സ്ചർ അതുപോലെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മുടിക്ക് ടെക്സ്ചർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഈ ബ്രെയ്ഡ്സ് ഒക്കെ അഴിക്കുന്ന സമയത്ത് ആ ടെക്സ്ചർ നമുക്ക് മുടിയിലുണ്ടാവും. അപ്പോ ഇതാണ് എൻ്റെ ഒന്നാമത്തേത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രെയ്ഡ് ചെയ്യാൻ പറ്റും ഡച്ച് ബ്രെയ്ഡ്. രണ്ട് സൈഡിലും കാണിക്കാം. ഇവിടെ അത് തന്നെ നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നുള്ളൂ. ഡച്ച് ബ്രെയ്ഡിന്റെ ഒക്കെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അധികം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, എന്നാലും ജസ്റ്റ് കാണിക്കാമെന്ന് മാത്രം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫുൾ സെക്യൂർ ആയിരിക്കും മുടി. നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല ഉറങ്ങുന്ന സമയത്ത്, കാരണം ഫുൾ നമ്മൾ ബ്രെയ്ഡ് ചെയ്തിട്ടാണോ കിടക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിലെ നമ്മളുടെ സ്കാൽപ്പിന്റെ ആ ഭാഗത്തൊന്നും, അതായത് മുടി നമുക്ക് എവിടെ നിന്നാണോ തുടങ്ങുന്നത്, അപ്പൊ സ്കാൽപ്പിൽ നിന്ന് തന്നെ നമ്മൾ ബ്രെയ്ഡ് ചെയ്ത് വരണോണ്ട് തന്നെ നമുക്ക് ഫ്രിഞ്ചസ്, അതുപോലെ തന്നെ ബേങ്സ്, ഫ്രിഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിലും ആ ഹെയർ ഒക്കെ ഉള്ളിലേക്ക് പൊയ്ക്കോളും നമ്മൾ ബ്രെയ്ഡ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങുന്ന സമയത്ത് മുടി കണ്ണിലേക്ക് വരുമോ അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ അവിടേക്ക് നോക്കുന്നത് കണ്ണാടിയിലേക്കാട്ടോ നോക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ഹെയർ സ്റ്റൈൽ, ഡച്ച് ബ്രെയ്ഡ്. കൊള്ളാല്ലേ? ഇതാണ് ഡച്ച് ബ്രെയ്ഡ്. അപ്പൊ ഇനി രണ്ടാമത് നമുക്ക് ഫ്രഞ്ച് ബ്രെയ്ഡ് നോക്കാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രഞ്ച് ബ്രെയ്ഡ്. അപ്പൊ നമുക്ക് അത് നോക്കാം. ഫ്രഞ്ച് ബ്രെയ്ഡ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഡച്ച് ബ്രെയ്ഡ് ഉള്ളിലേക്കാണ് ബ്രെയ്ഡ് ചെയ്തത്. ഇത് നമ്മൾ പുറത്താണ് ബ്രെയ്ഡ് ചെയ്യുന്നത്. പുറത്തേക്കാണ് ബ്രെയ്ഡ് ചെയ്യുക, അതായത് മുകളിലൂടെയാണ് ബ്രെയ്ഡ് ചെയ്യുക. മറ്റേത് താഴെ കൂടെയാണ് നമ്മൾ ബ്രെയ്ഡ് ചെയ്യുക. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് സൈഡിൽ നിന്നും നമ്മൾ മുടി ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ നേരത്തെയും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുടി ആഡ് ചെയ്ത് രണ്ട് സൈഡിലും ആഡ് ചെയ്ത് പിന്നെ
ആദ്യം ചെയ്യുമ്പോഴേ ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്കത് പ്രാക്ടീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ഒരു നമുക്ക് കൈ വഴങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ബ്രെയ്ഡ്സ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് ഇത് ആഡ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ആയിട്ട് തോന്നാം. രണ്ട് സൈഡിലും ആഡ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് തോന്നാം. അപ്പം എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നമ്മൾ ഫെയിൽ ആവും. അപ്പൊ ഞാനും ആദ്യം ട്രൈ ചെയ്ത് ഫെയിലായി. പിന്നെ അതിന്ന് അങ്ങനെ ചെയ്താണ് ഞാനും പഠിച്ചത്. അപ്പൊ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ ഓക്കെ ആയിക്കോളും. ഇതിപ്പോ നമുക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ കെട്ടാൻ പറ്റുന്ന ഒരു ബ്രെയ്ഡ് സ്റ്റൈലാണ് ഇതൊക്കെ. സ്കൂൾ കുട്ടികൾക്കൊക്കെ ചെയ്യാം. ഫുൾ സെക്യൂർ ആയിരിക്കും ചെയ്യും. ബാങ്ക്സ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്നെങ്കിൽ ഫ്രഞ്ച് ബ്രെയ്ഡോ അല്ലെങ്കിൽ ഡച്ച് ബ്രെയ്ഡോ ചെയ്താൽ മതി. ഇതെല്ലാം കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യണം വെച്ചാൽ നമുക്ക് റോപ്പ് ട്വിസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ബ്രെയ്ഡ്സ് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്രഞ്ച് ബ്രെയ്ഡ്. ഇതാണ് സെക്കൻഡ് എൻ്റെ ഗോ ടു ഹെയർ സ്റ്റൈൽ. കിടക്കുന്നതിന് മുമ്പ് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ഇതാണ്. ഓക്കെ, ഫ്രഞ്ച് ബ്രെയ്ഡ്. ഇനി അടുത്ത നമുക്ക് റോപ്പ് ട്വിസ്റ്റ് ബ്രെയ്ഡ് ആണ്. ജസ്റ്റ് നമ്മൾ കുറച്ച് മുടി എടുക്കുക. നേരത്തെ എടുത്താൽ അത്രയും എടുക്കണ കാര്യമില്ല. നമുക്ക് ഫ്രണ്ട് സെക്ഷനിന്ന് കുറച്ച് ഇത്രയും എടുത്താൽ മതി. എന്നിട്ട് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വൈറലാവും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. ഏകദേശം നമ്മളുടെ ചെവിയുടെ പുറകിൽ എത്തുന്ന സമയത്ത്, കഴുത്തിന്റെ ഭാഗത്ത് എത്തുന്ന സമയത്ത് നമ്മൾ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ നമ്മളുടെ സാധാരണ നമ്മളുടെ നോർമൽ ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതും സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് ചോദിക്കാം, ഇതിപ്പോ ഇങ്ങനെയും കിടന്നുറങ്ങാനല്ലേ പോണത്, ഇങ്ങനെയും ഒക്കെ മുടി എന്തിനാണ് ചെയ്യണത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ വരാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ചെയ്യണോ വേണ്ടതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഇത് ഞാൻ ചെയ്യണോ എന്നുള്ളത് കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. കാരണം രാത്രി ഇനിയിപ്പോ അങ്ങനെ കെട്ടിയിട്ടൊന്നും കിടക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കെട്ടേണ്ട കാര്യമില്ല. അതെല്ലാം നമുക്ക് കുറച്ച് മുടി ഫ്രിക്ഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ രാത്രി ചെയ്ത് കിടക്കാം. നമ്മളോട് തന്നെ എന്താ പറയാ, നമ്മളുടെ മുടി കെയർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യണം. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് കിടക്കാറ് മാത്രം. അപ്പൊ ഇതാണ് റോപ്പ് ട്വിസ്റ്റ് ബ്രെയ്ഡ്. അപ്പൊ ഈ 3 ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യുക: ഡച്ച് ബ്രെയ്ഡ്, ഫ്രഞ്ച് ബ്രെയ്ഡ്, അതുപോലെ റോപ്പ് ട്വിസ്റ്റ് ബ്രെയ്ഡ്. എനിക്ക് കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാട്ടോ. പക്ഷെ ഇത് ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറ് ഡച്ച് ബ്രെയ്ഡ് ആണ്. അത് ഒന്നും കൂടി എളുപ്പമാണ് ചെയ്യാൻ. എളുപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം അത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത് എളുപ്പമായി തോന്നി. ഇപ്പൊ നമ്മൾ ഇതാണ് ഡെയിലി ചെയ്യുന്ന വെച്ചാൽ ഇത് നമുക്ക് എളുപ്പമായി തോന്നും. അതല്ല ഫ്രഞ്ച് ബ്രെയ്ഡ് ആണ് ഡെയിലി ചെയ്യുന്ന വെച്ചാൽ ഫ്രഞ്ച് ബ്രെയ്ഡ് എളുപ്പമായി തോന്നും. ഇത് നമുക്ക് ഉറങ്ങുമ്പോൾ മാത്രമല്ല കേട്ടോ, പുറത്ത് പോകുമ്പോഴൊക്കെ ഈസിലി ചെയ്യാൻ പറ്റുന്ന ബ്രെയ്ഡ്സ് ആണ്. കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുണ്ടാവും. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. നല്ല ഹെയർ സ്റ്റൈലാണ്. അപ്പോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏത് ബ്രെയ്ഡ് ആണ് ഇഷ്ടം എന്നുള്ളത് താഴെ ഒന്ന് കോമെന്റ് ചെയ്യൂ കേട്ടോ. Thank you for watching. See you on my next video. Bye.